പത്മശ്രീ മമ്മൂട്ടി റോഡ് എന്ന് പറയുന്നത്. ദുൽഖറിന്റെ ഒക്കെ കല്യാണത്തിനൊക്കെ വിളിച്ചാന്ന് പറഞ്ഞു. ദുൽഖറിന്റെ ഉണ്ടല്ലേ. നമ്മൾ ഇന്ന് പോകുന്നത് ചെമ്പിലേക്കാണ്. വൈക്കം ചെമ്പ്. വൈക്കം ചെമ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഒരുമായപ്പെട്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മുടെ മമ്മൂക്കയുടെ തറവാട് വീട്, നമ്മുടെ മമ്മൂക്ക ജനിച്ചു വളർന്ന നമ്മുടെ ആ തറവാട് വീട്. നമുക്ക് ഇന്ന് അങ്ങോട്ടേക്ക് പോവാം. വരുമ്പോ ഇങ്ങനെ തന്നെ ഒരു ബോർഡ് ഉണ്ടാകും കേട്ടോ, പത്മശ്രീ മമ്മൂട്ടി റോഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്കൂടി ഒരു 1.5 കിലോമീറ്റർ പോയ മമ്മൂക്കാടെ വീട്ടിലേക്ക് എത്താം. യെസ്, അങ്ങനെ നമ്മള് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയേക്കാണ്. ഇതാണ് നമ്മുടെ മമ്മൂക്ക ജനിച്ചു വളർന്ന ആ വീട്. മൊത്തം കാട് പിടിച്ചെടുക്കുക കേട്ടോ, മൊത്തത്തിൽ കാട് പിടിച്ചെടുക്കുകയാണ്. മമ്മൂക്കയും സഹോദരങ്ങളൊക്കെ ജനിച്ചു വളർന്ന ആ വീടാണിത്. ഏറ്റവും കുറഞ്ഞൊരു 120-130 വർഷത്തെ പഴക്കമുണ്ടാവും ഈ വീട്. ഒരു കാറൊക്കെ കിടപ്പുണ്ട്, ആരെയാണോ എന്തോ. പഴയ ഓടൊക്കെ മാറ്റി ഇപ്പൊ ഷീറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. മൊത്തം കാട് കയറി കിടപ്പില്ല, അതോട്ട് കയറാനാണ് പറ്റത്തില്ല. ഒരു രക്ഷയില്ലാത്ത കാട. എന്താല്ലേ, ഒരു മഹാനടൻ ജനിച്ചു വളർന്ന നാട്, ആ നാട്ടിലെ അദ്ദേഹത്തിന്റെ തറവാട്. ചെമ്പ് സുന്നി ജുമാ മസ്ജിദ്. ഇവിടെയാണ് മമ്മൂക്കാടെ ഉമ്മാനെയും വാപ്പാനെയൊക്കെ കബറടക്കിയേക്കുന്നത്. ഇവിടെയായിട്ട് കേട്ടോ, ഈ പള്ളിയിലാണ്. നമ്മള് മമ്മൂക്കയുടെ തറവാട് വീട് കണ്ടു. മമ്മൂക്കയാക്കി മാറ്റിയ ആ തറവാട് വീട്, മമ്മൂക്ക ജനിച്ചു വളർന്ന, മമ്മൂക്കയും സഹോദരങ്ങളൊക്കെ ജനിച്ചു വളർന്ന ആ തറവാട് വീട് നമുക്ക് കണ്ടു. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഉമ്മേനെയും വാപ്പേനെയൊക്കെ കബറടക്കിയ ആ സുന്നി ജുമാ മസ്ജിദ് നമ്മള് കണ്ടു. ഇതിന് മുമ്പ് ഞാൻ മമ്മൂക്കയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ആ നിർഭാഗ്യവശാൽ നമുക്ക് ആ സമയത്ത് അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല. ആ സമയത്ത് റോഡ് പണി നടക്കുമായിരുന്നു ഇവിടെ. ആ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പറ്റിയില്ല. എന്നാണ് അതിന് അവസരം ഒത്ത സത്യം പറഞ്ഞാല്. ഞങ്ങളുടെ വീടിന് അടുത്താണ് നേരത്തെ താമസിച്ചവിടുന്ന് പോയി ആരുടെ ആ തറവാട് വീട്. ഇപ്പൊ തറവാട് വീട് പടിഞ്ഞാറുണ്ട്. ഇതാ വിറ്റല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. പുള്ളിയായിട്ട് എങ്ങനെയാ? അതേ ഉള്ളൂ. ആ, ദുൽഖറിന്റെ ഒക്കെ കല്യാണത്തിനൊക്കെ വിളിച്ചാന്ന് പറഞ്ഞു. ദുൽഖറിന്റെ പോയിട്ടുണ്ട് ഉണ്ടല്ലേ. അല്ല, ബാക്കി സഹോദരങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടേക്കാ? ഞങ്ങള് ബന്ധമില്ല, എന്നാലും എല്ലാവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. ആ, ഇക്കാടെ പേര് മുഹമ്മദ് അല്ലേ. സമയം ഇപ്പോൾ 2:45. നമ്മള് ഇതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് തിരിച്ചു പോകണ്ടേ. നമുക്ക് തലയോലപ്പറമ്പിൽ നിന്ന് ഒരു മസാല ദോശ കഴിച്ചു. തലയോലപ്പറമ്പിൽ നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. നമുക്ക് അവിടുന്ന് കയറി മസാല ദോശയും കഴിച്ചിട്ട് നമുക്ക് പോയേക്കാം. നമുക്ക് അവിടുന്ന് വീഡിയോ വാങ്ങിക്കിട്ടില്ല. ഓക്കെ, മസാല ദോശ കിട്ടില്ല, നെയ് റോസ്റ്റ് കിട്ടും. അവിടെ നെയ് റോസ്റ്റ് വന്നിട്ടുണ്ട്, വടയില്ല. എല്ലാം ഫുള്ള് കഴിച്ചു കഴിഞ്ഞു. നെയ് റോസ്റ്റ് ആയിരുന്നു കിട്ടിയത്, മസാല ദോശ ഇല്ലായിരുന്നു. ഇടയ്ക്കൊരു കോഫിയും കൂടെ ഓർഡർ ചെയ്തു, അതും കൂടെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്കും ബൈ.